എന്തുകൊണ്ടാണ് മഹാദേവൻ തൻ്റെ തന്നെ ഉഗ്രരൂപമായ കാലഭൈരവനെ സൃഷ്ടിച്ചത്? എന്താണ് കാലഭൈരവൻ്റെ യഥാർത്ഥ ദൗത്യം? എന്തുകൊണ്ടാണ് കാശിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പോലും വിശ്വനാഥനേക്കാൾ ആദ്യം കാലഭൈരവനെ ദർശിക്കണമെന്ന് പറയുന്നത്? കാലവും മരണവും കർമ്മവും ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി ആരുടെയാണ്? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുരാണ കഥ മാത്രമല്ല, അഹങ്കാരത്തിൻ്റെ പതനവും ധർമ്മത്തിൻ്റെ വിജയവും കാലം പോലും തലകുനിക്കുന്ന ശിവതത്വത്തിൻ്റെ അതിഗംഭീരമായ ഒരു രഹസ്യമാണ്. ഭഗവാൻ മഹാദേവന് അനേകം രൂപങ്ങളുണ്ട്. കരുണാമയനായ അശുതോഷൻ, ധ്യാനത്തിൽ ലയിച്ച യോഗേശ്വരൻ, നടരാജൻ, അർദ്ധനാരീശ്വരൻ. പക്ഷേ ഈ എല്ലാ രൂപങ്ങളിലും ഏറ്റവും ഉഗ്രരൂപമാണ് കാലഭൈരവൻ. അദ്ദേഹം പുറത്തെ ശത്രുക്കളെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ശത്രുക്കളായ അഹങ്കാരം, കോപം, മോഹം, അസൂയ, ലോഭം എന്നിവയെയും നശിപ്പിക്കുന്ന ശക്തിയാണ്. ഒരു ദിവസം ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനുമിടയിൽ ഒരു ചോദ്യമുയർന്നു. ഈ പ്രപഞ്ചത്തിലെ പരമോന്നതൻ ആരാണ്? സൃഷ്ടാവായ ബ്രഹ്മാവ് സ്വയം ഏറ്റവും മഹാനാണെന്ന് കരുതുകയായിരുന്നു. ക്രമേണ ഇത് മനസ്സിൽ അഹങ്കാരമായി വളർന്നു. എല്ലാം കണ്ടുകൊണ്ടിരുന്ന മഹാദേവൻ ആദ്യം നിശബ്ദനായി. കാരണം ഭഗവാൻ ഒരിക്കലും പെട്ടെന്ന് കോപിക്കുന്ന ദേവനല്ല. പക്ഷേ അഹങ്കാരം സത്യത്തെ മൂടുമ്പോൾ, ധർമ്മം തന്നെ അപകടത്തിലാകുമ്പോൾ ഭഗവാന്റെ മൂന്നാം കണ്ണ് തുറക്കേണ്ട സമയമെത്തും. മഹാദേവന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു ദിവ്യശക്തി പുറപ്പെട്ടു. മറ്റു പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ തൻ്റെ വിരലിലെ ചെറിയ നഖം പറിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ഭൈരവൻ ജനിച്ചതെന്നാണ്. ഇരുവിധ വിവരണങ്ങളും ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൈരവൻ, കാലഭൈരവൻ. കാലഭൈരവൻ ശിവന്റെ ക്രോധമല്ല, ഭഗവാൻ ശിവന്റെ നീതിയാണ്. കറുത്ത വർണ്ണത്തിൽ ജ്വലിക്കുന്ന കണ്ണുകളും കഴുത്തിൽ തലയോട്ടിമാലയും കൈകളിൽ ത്രിശൂലവും ഡമരുവും സകല ദിക്കുകളെയും നടുക്കുന്ന ചിരിയും. അദ്ദേഹം നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ഒരു നിമിഷം ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല നിലത്ത് വീണു. അത് ശരീരത്തെ അല്ല ആക്രമിച്ചത്, അഹങ്കാരത്തെയാണ്. ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം. മഹാദേവൻ ബ്രഹ്മാവിനെ ശിക്ഷിച്ചില്ല, അഹങ്കാരത്തെയാണ് ശിക്ഷിച്ചത്. എന്നാൽ ബ്രഹ്മാവ് ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയറുത്തത് ബ്രഹ്മഹത്യാ പാപമായി. മഹാദേവന്റെ അവതാരമായ ഭൈരവൻ പോലും ആ കർമ്മ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. ബ്രഹ്മാവിൻ്റെ തലയോട്ടി കയ്യിലൊട്ടിപ്പിടിച്ചു. അതുമായി ഭിക്ഷാടനം ചെയ്ത് ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ടി വന്നു. ഈ രൂപമാണ് കപാല ഭൈരവൻ. എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും ധർമ്മത്തിനും കർമ്മത്തിനും മുകളിൽ ആരുമില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ പുരാണം നൽകുന്നത്. വർഷങ്ങളുടെ പ്രായശ്ചിത്തത്തിന് ശേഷം ഭൈരവൻ കാശിയിലെത്തി. ആ നിമിഷം ബ്രഹ്മാവിൻ്റെ തലയോട്ടി കയ്യിൽ നിന്ന് താഴെ വീണു. പാപമോചനം ലഭിച്ചു. അതിനുശേഷമാണ് കാശിയുടെ രക്ഷാധികാരിയായി കാലഭൈരവനെ ഭഗവാൻ മഹാദേവൻ നിയമിച്ചതെന്നാണ് വിശ്വാസം. ഇന്നും കാശി വിശ്വനാഥനെ ദർശിക്കുന്നതിന് മുൻപ് കാലഭൈരവനെ വണങ്ങുന്ന ആചാരം തുടരുന്നു. കാരണം കാശിയുടെ യഥാർത്ഥ കാവൽക്കാരൻ ഭൈരവനാണ്. ഭക്തരുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കുന്നവനും അധർമ്മത്തെ ശിക്ഷിക്കുന്നവനുമാണ് അദ്ദേഹം. മറ്റൊരു മനോഹരമായ പുരാണ കഥയിൽ കാലഭൈരവനെ കുറിച്ചുണ്ട്. ദഹുരാസുരൻ എന്ന അസുരന് ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരം ലഭിച്ചു. അവനെ സംഹരിക്കാൻ പാർവതി കാളിയായി അവതരിച്ചു. ആ അസുരനെ ദേവി നിഗ്രഹിച്ചു. പക്ഷേ കാളിയുടെ കോപം അവസാനിച്ചില്ല. ആ കോപശക്തി ഒരു ദിവ്യ ശിശുവായി രൂപപ്പെട്ടു. ശിവൻ പ്രത്യക്ഷനായി ആ ശിശുവിനെയും കാളിയെയും സ്വന്തം ശരീരത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ജനിച്ചത് ഭൈരവനാണെന്നാണ് മറ്റൊരു വിശ്വാസം. ഈ കഥയുടെ അർത്ഥം ശക്തിയും ശിവനും വേർപിരിയാനാവാത്ത 2 തത്വങ്ങളാണെന്നതാണ്. പലരും ഭൈരവനെ ഭയത്തിൻ്റെ ദേവനായാണ് കാണുന്നത്. പക്ഷേ ഭൈരവൻ ഭയപ്പെടുത്താനല്ല വന്നത്.
ഭയത്തെ ഇല്ലാതാക്കുന്നവനാണ് ഭൈരവൻ. അദ്ദേഹം മരണത്തിൻ്റെ ദേവനല്ല, ഒരിക്കലും മരണഭയത്തെ ഇല്ലാതാക്കുന്ന ഗുരുവാണ്.